ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മോൾ സങ്കല്പമാണ്. വാദ നിയമം കഴിഞ്ഞു. അടുത്ത എന്താണ്? മോൾ സങ്കല്പമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. നമ്മൾ അതിൻ്റെ അകത്ത് എന്താണ് ആപേക്ഷിക അറ്റോമിക മാസ് പറഞ്ഞു. എന്താ ആപേക്ഷിക അറ്റോമിക മാസ്? ഒരാറ്റത്തിൻ്റെ മാസുമായി താരതമ്യം ചെയ്ത് മറ്റൊരാറ്റത്തിൻ്റെ മാസ് പ്രസ്താവിക്കുന്ന രീതിയാണെന്ത്? ആപേക്ഷിക അറ്റോമിക മാസ് എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അറ്റോമിക മാസിൻ്റെ യൂണിറ്റ് ചോദിച്ചാൽ യൂണിഫൈഡ് മാസ് അല്ലെങ്കിൽ അറ്റോമിക മാസ് യൂണിറ്റ് അല്ലെങ്കിൽ ഡാൾട്ടൺ എന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞു തന്നു. ഓക്കെ ആണോ? ക്ലിയർ ആണല്ലോ. അത് കഴിഞ്ഞ് നമുക്ക് എന്താണ് മോൾ കൺസെപ്റ്റിലേക്ക് കടന്നു അല്ലേ. ആറ്റം തന്നാൽ മോളുകളുടെ എണ്ണം ഞാൻ പറഞ്ഞു തന്നു അല്ലേ. ആറ്റം തന്നാൽ മോളുകളുടെ എണ്ണം തന്നിരിക്കുന്ന മാസ് ബൈ അറ്റോമിക മാസ് ആണെന്നൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ. ഒരു മോൾ എന്ന് പറയുന്നത് എന്താണ്? 6.022 ഇൻറ്റു 10⁻23 ആണെന്നും അന്താരാഷ്ട്ര മോൾ ദിനം ഒക്ടോബർ 23 6:02 AM മുതൽ 6:02 PM വരെ എന്നൊക്കെ പറഞ്ഞു. അന്താരാഷ്ട്ര ഓസോൺ ദിനം സെപ്റ്റംബർ 16 ആണെന്ന് പറഞ്ഞു. ഓക്കെ, എന്താണ് ഏകാറ്റോമിക, എന്താണ് ദ്വയാറ്റോമിക, എന്താണ് ബഹു അറ്റോമിക, ഇതെല്ലാം നമ്മൾ ക്ലാസ് എടുത്ത കാര്യങ്ങളാണ്. ഓക്കെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് തന്മാത്ര തന്നാൽ മോളുകളുടെ എണ്ണമാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്താണ് തന്മാത്ര തന്നാൽ മോളുകളുടെ എണ്ണം? ശ്രദ്ധിക്കാം. എന്താണ് തന്മാത്രയാണെങ്കിൽ എന്താ? തന്മാത്ര തന്നാൽ മോളുകളുടെ എണ്ണം എന്താ? തന്മാത്ര തന്നാൽ മോളുകളുടെ എണ്ണം എന്താ? തന്നിരിക്കുന്ന മാസ് ബൈ മോളിക്കുലാർ മാസ്. കണ്ടോ, ആറ്റം തന്നാൽ മോളുകളുടെ എണ്ണം എന്താ? തന്നിരിക്കുന്ന മാസ് ബൈ അറ്റോമിക മാസ് ആണെങ്കിൽ മോളിക്യൂൾസ് ആണ് അല്ലെങ്കിൽ തന്മാത്രയാണ് തരുന്നതെങ്കിൽ തന്നിരിക്കുന്ന മാസ് ബൈ എന്താണ്? മോളിക്കുലർ മാസ് ആണ്. ക്ലിയർ? ആറ്റം തന്നാൽ മോളുകളുടെ എണ്ണം തന്നിരിക്കുന്ന മാസ് ബൈ അറ്റോമിക മാസ് ആണെങ്കിൽ മോളിക്യൂൾസ് അഥവാ തന്മാത്രയാണെങ്കിൽ മോളുകളുടെ എണ്ണം ചോദിച്ചാൽ തന്നിരിക്കുന്ന മാസ് ബൈ എന്താണ്? മോളിക്കുലർ മാസ് ആണ്. ക്ലിയർ? പഠിച്ചോണേ. ആ തന്മാത്രയാണെങ്കിൽ മോളുകളുടെ എണ്ണം പറ. തന്നിരിക്കുന്ന മാസ് ബൈ എന്താണ്? മോളിക്കുലർ മാസ് ആണ്. വ്യക്തമാണല്ലോ. നമുക്കപ്പം ആദ്യം എന്ത് കണ്ടുപിടിക്കണം? തന്നിരിക്കുന്ന മാസ് ക്വസ്റ്റ്യന് തരും, പക്ഷെ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കണ്ടേ? തന്മാത്ര മാസ് കണ്ടുപിടിക്കണ്ടേ? ഓക്കെ അല്ലേ? അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചു. തന്മാത്ര മാസ് എങ്ങനെ കണ്ടുപിടിക്കും? പഠിച്ചോണം മക്കളെ. ഇപ്പോൾ ഉദാഹരണം ഞാൻ നിങ്ങളുടെ ചോദിക്കാം. H2O എന്താ? H2O ഒരു തന്മാത്രയല്ലേ? H2O എന്താണ്? ഒരു തന്മാത്രയല്ലേ? ഇതിനകത്ത് ഏതൊക്കെ ആറ്റം ഉണ്ട്? ഹൈഡ്രജനുമുണ്ട്, ഓക്സിജനുമുണ്ട്. ഞാൻ വീണ്ടും പറയുവാണ്, ഇത് നോട്ട് എഴുതി തന്നെ പഠിച്ചു പോകണം. മനസ്സിലായോ? ഇത് നോട്ട് ഞാൻ ഇവിടെ എഴുതത്തേ ഉള്ളൂ. അപ്പം നോട്ട് എഴുതി തന്നെ ബുക്ക് എടുത്ത് നോട്ട് എഴുതി തന്നെ പഠിച്ചു പോകണം. ഓക്കെ, അപ്പോൾ H2O എന്താണ്? ഒരു തന്മാത്രയാണ്. ഇതിൻ്റെ അകത്തുള്ള ആറ്റങ്ങൾ ഏതൊക്കെയാ? ഹൈഡ്രജനുമുണ്ട്, ഓക്സിജനുമുണ്ട്. ഹൈഡ്രജൻ്റെ മാസ് എന്താണ്? 1 എന്നെല്ലാവർക്കും അറിയാം. നമ്മൾ പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ? കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു. ഓക്സിജൻ്റെ മാസ് എത്രയാണ്? 16 നമുക്കറിയാം. ക്ലിയർ? നോക്കി, ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും പറയാം എത്ര ഹൈഡ്രജൻ ഉണ്ടേ? 2 ഹൈഡ്രജൻ. നോക്കിയാൽ അറിയാം, ദേ കിടക്കുന്നത് 2 എണ്ണം. 2 ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ അറ്റോമിക മാസ് എന്താ? 1. ഓക്കെ ആണോ? ഇവിടെ ഓക്സിജൻ എത്ര ഉണ്ട് മക്കളെ? ഓക്സിജൻ ഒരെണ്ണമേ ഉള്ളൂ. ഓക്സിജൻ ഒരെണ്ണമേ ഉള്ളൂ. ഓക്സിജൻ്റെ മാസ് എന്താണ്? 16 എന്ന് നമുക്കറിയാം. ഇനി പറ, 2 × 1 2 16 × 1 16 നമുക്കറിയാം. 16 + 2 18 യൂണിറ്റ് യു ആണ്, യൂണിഫൈഡ് മാസ്. അപ്പം ജലത്തിൻ്റെ മോളിക്കുലർ മാസ് ചോദിച്ചാൽ ഒരേ പൊളിക്ക് പറയണം 18U. 18U. യു മീൻസ് യൂണിഫൈഡ് അറ്റോമിക മാസ്. ക്ലിയർ? മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത 2 3 നമുക്ക് ചെയ്ത് നോക്കാം. നോട്ട് എഴുതി തന്നെ പഠിക്കണേ. അടുത്തത് ഓക്കെ, സൾഫ്യൂരിക് ആസിഡ്. എന്താണ്? സൾഫ്യൂരിക് ആസിഡ് H2SO4 ഇതിൻ്റെ അകത്തുള്ള ആറ്റങ്ങൾ ഏതൊക്കെയാ? ഹൈഡ്രജൻ, സൾഫർ, ഓക്സിജൻ. എന്തൊക്കെയാ? ഹൈഡ്രജൻ, സൾഫർ, ഓക്സിജൻ. പറ. ഹൈഡ്രജൻ, സൾഫർ, ഓക്സിജൻ അല്ലേ. ഹൈഡ്രജൻ്റെ അറ്റോമിക മാസ് എല്ലാവർക്കും അറിയാം 1.
സൾഫറിന്റെ എത്ര 32 ഓക്സിജന്റെ എത്ര 16 ഹൈഡ്രജന്റെ അറ്റോമിക മാസ് 1 സൾഫറിന്റെ അറ്റോമിക മാസ് 32 ഓക്സിജന്റെ അറ്റോമിക മാസ് 16 ഇനി പറ ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ടേ 2 ഒരെണ്ണത്തിന്റെ മാസ് 1 രണ്ടെണ്ണത്തിന്റെ മാസ് 2 × 1 അല്ലയോ പ്ലസ് സൾഫർ എസ് സൾഫർ ആണ് ഇവിടെ സൾഫർ ഒരെണ്ണമാണ് സൾഫറിന്റെ മാസ് 32 പ്ലസ് ഓക്സിജൻ 4 ഓക്സിജന്റെ മാസ് 16 ക്ലിയർ 2 × 1 നമുക്കറിയാം 2 പ്ലസ് 32 × 1 32 പ്ലസ് 16 × 4 64 നമ്മുടെ ആൻസർ ഈസ് 98 എന്ന് കിട്ടും. അപ്പൊ എങ്ങനെയാണ് മോളിക്കുലർ മാസ് കണ്ടുപിടിക്കുക എന്ന് മനസ്സിലായോ? സിമ്പിൾ ആയിട്ടൊരു ഡെഫിനിഷൻ പറയണമെങ്കിൽ ഒരു തന്മാത്രയ്ക്കകത്ത് എത്ര ആറ്റങ്ങളുണ്ടോ അവയുടെ അറ്റോമിക മാസിന്റെ ആകെത്തുക. എന്താ ഒരു തന്മാത്ര ഇപ്പൊ H2O ഒരു തന്മാത്രയാ, അതിനകത്ത് എത്ര ആറ്റമുണ്ടോ ഹൈഡ്രജൻ ഓക്സിജൻ അവയുടെ അറ്റോമിക് മാസിന്റെ ആകെത്തുകയാണെന്ന് മോളിക്കുലർ മാസ്. ഒരു തന്മാത്രയ്ക്കകത്ത് എത്ര ആറ്റങ്ങളുണ്ടോ അവയുടെ അറ്റോമിക മാസിന്റെ ആകെത്തുകയാണെന്ത് മോളിക്കുലർ മാസ്. മനസ്സിലായോടെ? വേറൊരെണ്ണം 2 നമുക്ക് ചെയ്യാം. നോക്കിയേ, ഇനി അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്ന കാർബൺ ഡയോക്സൈഡ്. എന്താണ് കാർബൺ ഡയോക്സൈഡ്? ഞാൻ കുറച്ച് ചെയ്യുവാണ്, പഠിച്ചോണേ. കാർബൺ ഡയോക്സൈഡ് കാർബണിന്റെ മാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും എന്ന് പറഞ്ഞാൽ കാർബണിന്റെ മാസ് 12 ഓക്സിജന്റെ മാസ് എല്ലാവർക്കും അറിയാം, അത് 16 കാർബണിന്റെ മാസ് 12 ഓക്സിജന്റെ മാസ് 16. ഇവിടെ കാർബൺ എത്ര എണ്ണം ഉണ്ടടി? കാർബൺ പറ. ഒരെണ്ണമുണ്ട്. കാർബണിന്റെ മാസ് 12. ഇവിടെ ഓക്സിജൻ 2 ഉണ്ട്. ഓക്സിജന്റെ മാസ് 16. ഓക്കെ, അപ്പൊ 12 + 1 12 ആണെന്നും 16 + 2 32 ആണെന്നും നമുക്കറിയാം. കൂട്ടുമ്പോൾ 44U എന്ന് കിട്ടും. ക്ലിയർ? കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം എന്താണ് മോളിക്കുലർ മാസ് എന്ന് വെച്ചാൽ ഒന്നുമില്ല മക്കളെ. എന്താണ് ഒരു മോളിക്യൂൾസിൻ്റെ അകത്ത് എത്ര ആറ്റമുണ്ടോ, ഒരു തന്മാത്രയ്ക്കകത്ത് എത്ര ആറ്റമുണ്ടോ അവയുടെ അറ്റോമിക മാസിൻ്റെ ആകെത്തുകയാണെന്ന് മോളിക്കുലർ മാസ് എന്ന് പറയുന്നത്. പക്കയായിട്ട് അടിപൊളിയായിട്ട് പഠിച്ചോണം. ഓക്കെ, ഇനി അടുത്തൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാലും കൂടെ. ഓക്കെ, അപ്പം കാൽസ്യം ഹൈഡ്രോക്സൈഡ്. കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്താ? കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഇതിൻ്റെ മോളിക്കുലർ മാസ് കണ്ടെത്തണം. നമുക്ക് ഇവിടെ ഉള്ള ആറ്റങ്ങൾ ഏതൊക്കെയാ പറ? കാൽസ്യം ഉണ്ട് അല്ലേ? കാൽസ്യത്തിൻ്റെ അറ്റോമിക് മാസ് 40 ഓക്സിജൻ ഉണ്ട്. ഓക്സിജൻ്റെ അറ്റോമിക് മാസ് 16 പിന്നുള്ള ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് 1. ഇനി നിങ്ങൾ പറ, ഇവിടെ കാൽസ്യം എത്ര എണ്ണം ഉണ്ട്? Ca എന്ന് പറയുന്നത് എത്ര എണ്ണം ഉണ്ട്? പറ. ഒരെണ്ണമാണുള്ളത് അല്ലേ? അപ്പോൾ 1 × 40 എന്ന് എഴുതാം. ബുദ്ധിമുട്ടുണ്ടോ എല്ലാവർക്കും? ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ. ഇനി നോക്കുക, ഇവിടെ ഓക്സിജൻ എത്ര എണ്ണം ഉണ്ട്? പറ. ഓക്സിജൻ നമ്മൾ ഓക്സിജൻ എത്ര എണ്ണം ഉണ്ട്? OH2 ഇങ്ങനെ എഴുതിയാൽ ഓക്സിജൻ 1 ഹൈഡ്രജൻ 2 ഓക്കെ അല്ലേ? OH2 ഇങ്ങനെ എഴുതിയാൽ ഓക്സിജൻ 1 ഹൈഡ്രജൻ 2 എന്നാൽ മക്കളെ ഇങ്ങനെയാണ് എഴുതുന്നതെങ്കിൽ ബ്രാക്കറ്റിന് പുറത്താണ് 2, 3 വരുന്നതെങ്കിൽ ഈ 2 ഓക്സിജനും ഹൈഡ്രജനും ബാധകമാണ്. അപ്പോൾ OH ടോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരെണ്ണമാണ് ഓക്സിജൻ. 1 × 2 2 ഓക്സിജൻ ഉണ്ട്. ഇവിടെ ഒരു ഹൈഡ്രജൻ 1 × 2 ഹൈഡ്രജൻ ഉണ്ട്. മനസ്സിലായോ? ഇപ്പോൾ CO3 ടോയ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ കാർബൺ 1 × 2 കാർബണും 3 × 2 6 ഓക്സിജനും. മനസ്സിലായത് വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ ഓക്സിജൻ എത്ര ഉണ്ട് മക്കളെ? 2 ഉണ്ട്. ഓക്സിജൻ്റെ 16 ഓക്കെ, പ്ലസ് ഹൈഡ്രജൻ 2 ഉണ്ട്. ഹൈഡ്രജൻ്റെ 1 ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. 40 × 1 40
16 × 2 32 ആണെന്നും 2 × 1 2 ആണെന്നും നമുക്കറിയാം. അങ്ങനെ എത്ര കിട്ടും? 74u കിട്ടും. ക്ലിയർ? ഇനി നമുക്ക് മോൾ കണ്ടുപിടിക്കുമ്പോൾ അതുവഴി നമുക്ക് ബാക്കി ചെയ്യാം. ഇത്രയും കാര്യം ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്താണ് ആ തന്മാത്ര തന്നാൽ മോളുകളുടെ എണ്ണം എങ്ങനെ? തന്നിരിക്കുന്ന മാസ് ബൈ എന്താണ്? തന്നിരിക്കുന്ന മാസ് ബൈ മോളിക്കുലർ മാസ് ആണ്. തന്നിരിക്കുന്ന മാസ് ബൈ എന്താണ്? മോളിക്കുലർ മാസ്. ഇനി എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ് മക്കളെ. 90 ഗ്രാം ജല തന്മാത്രയിലെ മോളുകളുടെ എണ്ണം എന്താണ് ക്വസ്റ്റ്യൻ? 90 ഗ്രാം ജല തന്മാത്രയിലെ മോളുകളുടെ എണ്ണം. നമുക്കറിയാം എന്താ മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നത്? എല്ലാവരും ഒന്ന് പറഞ്ഞേ. തന്നിരിക്കുന്ന മാസ് എന്താണ്? തന്നിരിക്കുന്ന മാസ് അല്ലേ ബൈ മോളിക്കുലർ മാസ് അല്ലയോ? തന്നിരിക്കുന്ന മാസ് ബൈ എന്താണ്? മോളിക്കുലർ മാസ് അല്ലയോ? ഇവിടെ തന്നിരിക്കുന്ന മാസ് എത്രയാണ്? തന്നിരിക്കുന്ന മാസ് എത്രയാണ്? 90 അല്ലയോ? മോളിക്കുലർ മാസ്, ജലത്തിൻ്റെ മോളിക്കുലർ മാസ് നമ്മൾ ചെയ്തതാണ്. എത്രയാണ്? 18u ആണ്. കണ്ടോ, ഞാൻ വീണ്ടും ചെയ്യുന്നില്ല. 18 ആണ് എന്തിൻ്റെ മോളിക്കുലർ മാസ്? ജലത്തിൻ്റെ മോളിക്കുലർ മാസ് എത്രയാണ്? 18 ആണ്. 18 × 5 ആണ്. അപ്പം 5 മോൾ എന്ന് കിട്ടും. ഇത് PYQ ആവും. മനസ്സിലായോ? ക്ലിയർ ആണോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ പഠിച്ചോണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 132 ഗ്രാം. എന്താ? 132 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് തന്മാത്രയിലെ മോളുകളുടെ എണ്ണം മനസ്സിലായോ? ക്വസ്റ്റ്യൻ എന്താ? 132 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് തന്മാത്രയിലെ മോളുകളുടെ എണ്ണം പറഞ്ഞു. തന്നിരിക്കുന്ന മാസ് എത്ര? ക്വസ്റ്റ്യനിൽ ഒരു മാസ് തന്നിട്ടുണ്ട്, അത് 132 ആണ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളിക്കുലർ മാസ് നമ്മൾ കണ്ടുപിടിച്ചാണ്. എത്രയാണ്? 44. അപ്പം 132/44 നമ്മുടെ ആൻസർ 3 മോൾ എന്ന് വരും. മനസ്സിലായത് വിശ്വസിക്കുന്നു. തന്നിരിക്കുന്ന മാസ് ബൈ എന്താണ്? മോളിക്കുലർ മാസ്. ഇനി എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ? 128 ഗ്രാം ഓക്സിജനിലെ മോളുകളുടെ എണ്ണം എന്താ ക്വസ്റ്റ്യൻ? 128 ഗ്രാം ഓക്സിജനിലെ മോളുകളുടെ എണ്ണം. വെറുതെ ഓക്സിജൻ എന്നോ നൈട്രജൻ എന്നോ ഹൈഡ്രജൻ എന്നോ ക്ലോറിൻ എന്നോ ഒക്കെ പറഞ്ഞാൽ അത് മോളിക്യൂൾസ് ആയിരിക്കും. അതെന്തായിരിക്കും? മോളിക്യൂൾസ് ആയിരിക്കും. ഓക്സിജൻ വാതകത്തിലെ മോളുകൾ, ഓക്സിജനിലെ അല്ലെങ്കിൽ ഓക്സിജൻ വാതകത്തിലെ മോളുകളുടെ എണ്ണം എന്നൊക്കെ പറഞ്ഞാൽ അത് O2 ആയിരിക്കും. അപ്പോൾ ഇത് O2 ആയിരിക്കും എന്ന കാര്യം ഓർക്കുക. മോൾ കണ്ടുപിടിക്കണം. തന്നിരിക്കുന്ന മാസ് 128. ഓക്സിജൻ O2 അല്ലേ? ഒരു ഓക്സിജന്റെ മാസ് 16. 2 ഓക്സിജന്റെ മാസ് 16 × 2 32. 128/32 നമ്മുടെ ആൻസർ ഒരേ പൊളിക്ക് പറയാം 4 മോൾ എന്ന് വരും. ക്ലിയർ? 4 മോൾ എന്ന് വരും. അപ്പോൾ എങ്ങനെയാ മോൾ കണ്ടുപിടിക്കുക? ഇപ്പോൾ ഓക്സിജൻ, ഇപ്പോൾ ഉദാഹരണം ഞാൻ വേറൊരു എക്സാമ്പിൾ തരാം. ഇങ്ങോട്ട് നോക്കിയും 710 ഗ്രാം ഓക്കെ 710 ഗ്രാം ക്ലോറിൻ Cl2 ആ വാതകത്തിലെ മോളുകളുടെ എണ്ണം മനസ്സിലായെന്ന് വിശ്വസിക്കും. ഇത്രയും എക്സാമ്പിൾ ചെയ്യുന്ന കാര്യം A to Z അടിപൊളിയായിട്ട് പഠിച്ചു പോവാം. ഓക്കെ അല്ലേ? ഇനി ഈ മോൾ കൺസെപ്റ്റ് വേറെ ഒന്നും നോക്കേണ്ട ഗതി വരരുതും. അതനുസരിച്ചാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ 710 ഗ്രാം ക്ലോറിൻ വാതകത്തിലെ മോളുകളുടെ എണ്ണം. ഓക്കെ അല്ലേ? ഞാൻ പറയട്ടെ, തന്നിരിക്കുന്ന മാസ് എത്ര? മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കണം. തന്നിരിക്കുന്ന മാസ് 710 ആണ്. ക്ലോറിൻ
ക്ലോറിൻ്റെ അറ്റോമിക മാസ് 35.5 അല്ലേ? ഇവിടെ ക്ലോറിൻ Cl2 ആണ്. Cl2 ആകുമ്പോൾ ഒരു ക്ലോറിൻ്റെ 35.5 ആണെങ്കിൽ 2 ക്ലോറിൻ ആകുമ്പോൾ എത്രയാണ്? 71 കാരണം 35.5 ഇൻറ്റു 2 നമ്മുടെ ആൻസർ 71 വരും. അപ്പോൾ 710/71 നമ്മുടെ ആൻസർ 10 മോൾ എന്ന് വരും. മനസ്സിലായെന്ന് വിശ്വസിച്ചു. അപ്പം തന്മാത്രയാണെങ്കിൽ മോളുകളുടെ എണ്ണം തന്നിരിക്കുന്ന മാസ് ബൈ മോളിക്കുലർ മാസ് ആണെന്ന് ഓർത്തോണം. ഒരു എക്സാമ്പിൾ കൂടെ തരാം. ഓക്കെ, 1 കിലോഗ്രാം കാൽസ്യം കാർബണേറ്റിലെ മോളുകളുടെ എണ്ണം എന്താ പറഞ്ഞേക്കുന്നത്? 1 കിലോഗ്രാം കാൽസ്യം കാർബണേറ്റിലെ മോളുകളുടെ എണ്ണമാണ് ചോദിച്ചേക്കുന്നത്. 1 കിലോഗ്രാം ആണെങ്കിൽ കിലോഗ്രാം തന്നാൽ ഗ്രാമിലേക്ക് മാറ്റണം. നമുക്ക് ഈ മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ കിലോഗ്രാം ആണെങ്കിൽ എങ്ങോട്ട് മാറ്റണം? ഗ്രാമിലേക്ക് മാറ്റണം. അതാണ് ഗ്രാമിലുള്ള മാസ് ആണ് മുകളിൽ എഴുതേണ്ട. ഗ്രാമിലുള്ള മാസ്. കിലോഗ്രാം ആണെങ്കിൽ എങ്ങോട്ട് മാറ്റണം? ഗ്രാമിലേക്ക് മാറ്റണം. അപ്പം നമുക്കറിയാം ആദ്യം ചെയ്യേണ്ട കാൽസ്യം കാർബണേറ്റിൻ്റെ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കണം. കാൽസ്യം കാർബണേറ്റ് എന്ത് കണ്ടുപിടിക്കണം? മോളിക്കുലർ മാസ്. കാൽസ്യത്തിൻ്റെ മാസ് നമുക്കറിയാം 40, കാർബണിൻ്റെ മാസ് 12, ഓക്സിജൻ്റെ മാസ് 16. ഇനി പറ, ഒരു കാൽസ്യമാണ് 1 ഇൻറ്റു 40 പ്ലസ് ഒരു കാർബണിൻ്റെ മാസ് 12, ഓക്സിജൻ എത്രയാണ്? 3 എണ്ണം. 3 ഇൻറ്റു 16. ഇനി പറ, 40 ഇൻറ്റു 1 40 പ്ലസ് 12 ഇൻറ്റു 1 12 പ്ലസ് 16 ഇൻറ്റു 3 48. നമ്മുടെ ആൻസർ 100 എന്ന് കിട്ടും. ഓക്കെ ആണോ? ഇനി പറ മക്കളെ, 1 കിലോഗ്രാം എത്ര ഗ്രാമാണ്? നമുക്കറിയാം 1000 ഗ്രാം. അപ്പം മോള് കണ്ടുപിടിക്കണം. 1000/100 = 10 മോൾ എന്ന് കിട്ടും. മനസ്സിലായോ? ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇത്രയുള്ള കാര്യം. മോൾ കണ്ടുപിടിക്കുന്ന തന്നിരിക്കുന്ന മാസ് ബൈ എന്താണ്? പറ, മോളിക്കുലർ മാസ് ആണ്. കിലോഗ്രാം ആണെങ്കിൽ അത് ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇനി അടുത്ത 2 ടൈപ്പും കൂടെ ഉണ്ട്. അതും കഴിഞ്ഞാൽ നമുക്ക് തന്മാത്ര കഴിയോടെ. അപ്പം ആറ്റം കഴിഞ്ഞു. ഈ ക്ലാസ്സിൽ തന്മാത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അടുത്ത ക്ലാസ്സിൽ STP ആയിരിക്കും. അത് കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ കുറേ ക്വസ്റ്റ്യൻ ഉണ്ട്, അതെല്ലാം ചെയ്യും. എന്നിട്ട് കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യുമ്പോൾ ഏകദേശം മോൾ കൺസെപ്റ്റ് ക്ലിയർ ആകും. ഓക്കെ, നമ്മൾ മോൾ കൺസെപ്റ്റിന് നമ്മുടെ ചാനലിൽ ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ ഓരോ ക്ലാസ്സും കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വാതക നിയമത്തിൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ട്. അപ്പം നിങ്ങൾ ഏത് എക്സാമിനും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മൊത്തം NCERT പോയിന്റുകൾ തന്നെയാണ്. ഇനി എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ് മക്കളെ. ഇനി എൻ്റെ ക്വസ്റ്റ്യൻ 90 ഗ്രാം. ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതി വെക്കണേ. 90 ഗ്രാം ജല തന്മാത്രയിലെ തന്മാത്രകളുടെ എണ്ണം എന്താ? ക്വസ്റ്റ്യൻ എന്താ? 90 ഗ്രാം ജല തന്മാത്രയിലെ തന്മാത്രകളുടെ എണ്ണം എന്ന് വെച്ചാൽ 90 ഗ്രാം ജല തന്മാത്രയിൽ എത്ര തന്മാത്രകൾ ഉണ്ടടേ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. നമ്മൾ പഠിച്ച 1 മോൾ ആണെങ്കിൽ അതിനകത്ത് 6.022 ഇൻറ്റു 10⁻23 ജല തന്മാത്രകൾ കാണും. അപ്പോൾ ഇത് എത്ര മോളെന്ന് കണ്ടുപിടിച്ചാൽ പോരെ? അപ്പം മോള് കണ്ടുപിടിക്കാൻ പറഞ്ഞു. മോള് കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്ന മാസ് 90 ആണ്. ബൈ മോളിക്കുലർ മാസ് 18 ആണ്. നമ്മൾ പഠിച്ച 5 മോളെന്ന് കിട്ടും. 1 മോൾ ജല തന്മാത്രയാണെങ്കിൽ 6.022 ഇൻറ്റു 10⁻23 ഉണ്ടെങ്കിൽ 5 മോളാണെങ്കിൽ 5 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 തന്മാത്രകൾ കാണത്തില്ലയോ? ഒന്ന് ആലോചിച്ച്.
ആലോചിച്ചു. 1 മോൾ ആണെങ്കിൽ 6.022 ഇൻറ്റു 10⁻23. അങ്ങനെ 5 മോൾ ആണെങ്കിൽ 5 ഇൻറ്റു. മനസ്സിലായോ? ഇനി എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ ഓക്കെ. 710 ക്ലോറിൻ വാതകത്തിലെ ക്ലോറിൻ തന്മാത്രകളുടെ എണ്ണം. എന്താ ചോദിച്ചേക്കുന്നത്? എണ്ണം. ഓക്കെ, എണ്ണം എന്താ ചോദിച്ചിരിക്കുന്നത്? 710 ഗ്രാം ക്ലോറിൻ വാതകത്തിലെ ക്ലോറിൻ തന്മാത്രകളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. 1 മോൾ ആണെങ്കിൽ 6 എത്ര മോളെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ എന്താ മോൾ കണ്ടുപിടിക്കണം? ഒന്ന് പറഞ്ഞ്, തന്നിരിക്കുന്ന മാസ് 710 ആണ് ബൈ ക്ലോറിൻ്റെ മാസ് 35.5 ആണ്. അപ്പോൾ Cl2 വരുമ്പോൾ ഒന്ന് പറഞ്ഞ് 35.5 ഇൻറ്റു 35.5 ഇൻറ്റു 2 71 കിട്ടും. 710/71 Cl2 10 കിട്ടും. 10 മോളെന്ന് കിട്ടും. ക്ലിയർ? 10 മോളെന്ന് കിട്ടും. 10 മോളെന്ന് കിട്ടും. മനസ്സിലായോ എല്ലാവർക്കും? 10 മോളെന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ 10 മോളെന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ 1 മോളാണെങ്കിൽ 6.022 ഇൻറ്റു 10⁻23 ആണ്. ഇവിടെ 10 മോളാണ്. അപ്പോൾ തന്മാത്രകളുടെ എണ്ണം എന്താ? എണ്ണം എന്താ? ഒന്ന് പറഞ്ഞ്, 10 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 ആയിരിക്കും. 10 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 ആയിരിക്കും. മനസ്സിലായോ? ക്ലിയർ ആണോ? ഒരെണ്ണം കൂടെ ഞാൻ ചെയ്ത് കാണിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഓക്കെ അല്ലേ? 132 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് തന്മാത്രയിൽ എത്ര കാർബൺ ഡൈ ഓക്സൈഡ് തന്മാത്രകളുണ്ട്? എത്ര കാർബൺ ഡൈ ഓക്സൈഡ് തന്മാത്രകളുണ്ട്? 132 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് തന്മാത്രയിൽ എത്ര കാർബൺ ഡൈ ഓക്സൈഡ് തന്മാത്ര ഉണ്ട് എന്നാണ് ചോദിച്ചത്. ആദ്യം മോള് കണ്ടുപിടിക്കണം. മോൾ എങ്ങനെയാ മക്കളെ? പറ. തന്നിരിക്കുന്ന മാസ് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട് 132. കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളിക്കുലർ മാസ് 44. നമ്മുടെ ആൻസർ 3 മോളെന്ന് കിട്ടും. തന്മാത്രകളുടെ എണ്ണം ചോദിച്ചാൽ ഓക്കെ, 1 മോൾ ആണെങ്കിൽ 6.022 ഇൻറ്റു 10⁻23. 3 മോൾ ആണെങ്കിൽ 3 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23. പഠിച്ചു വെച്ചോണം. ക്ലിയർ ആണോ? ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഓർത്തോ. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞാൽ നമ്മൾ തന്മാത്രയുമായിട്ട് ബന്ധപ്പെട്ട A to Z കാര്യങ്ങൾ നമ്മൾ പഠിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് മക്കളെ, പഠിച്ചോണം. 90 ഗ്രാം 90 ഗ്രാം തന്മാത്രയിൽ എത്ര ആറ്റങ്ങളുണ്ട്? കണ്ട ക്വസ്റ്റ്യൻ കണ്ട. 90 ഗ്രാം ജലതന്മാത്രയിൽ എത്ര തന്മാത്രയുണ്ട്? അതാണ് നേരത്തെ പറഞ്ഞ കാര്യം. എന്നാൽ ഇവിടെ എന്താ? 90 ഗ്രാം ജലതന്മാത്രയിൽ എത്ര ആറ്റങ്ങളുണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ആദ്യം നമുക്ക് നേരത്തെ പറഞ്ഞുകൊണ്ട് മോൾ കണ്ടുപിടിക്കണം. ശ്രദ്ധിച്ചിരിക്കണേ. തന്നിരിക്കുന്ന മാസ് പറയണേ. തന്നിരിക്കുന്ന മാസ് പറ. എത്ര? 90. ജലത്തിന്റെ മോളിക്കുലർ മാസ് 18 = 5 മോൾ എന്ന് കിട്ടും. 5 മോൾ എന്ന് കിട്ടും. പറ. തന്മാത്രകളുടെ എണ്ണം എന്താ? തന്മാത്രകളുടെ എണ്ണം ചോദിച്ചാൽ നമുക്കറിയാം 1 മോൾ ആണെങ്കിൽ 6.022 ഇൻറ്റു 10⁻23 അല്ലേ? ഇവിടെ എത്ര മോളാ? 5 മോളാ. അപ്പൊ 5 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 ആയിരിക്കും. ഇത് തന്മാത്രകളുടെ. പക്ഷെ നമ്മുടെ ചോദിച്ചാൽ തന്മാത്രകളുടെ എണ്ണം അല്ലടേ. എന്താ? ആറ്റങ്ങളുടെ എണ്ണമാണ്.
നോക്കുക. ഇനി അടുത്ത ആറ്റങ്ങളുടെ എണ്ണം ചോദിച്ചാൽ എളുപ്പമാണ്. H2O ഇതിൻ്റെ അകത്ത് എത്ര ആറ്റം ഉണ്ടെന്ന് നോക്കിയാൽ മതിയേ. H2Oക്കകത്ത് 2 ഹൈഡ്രജനും 1 ഓക്സിജനും അല്ലേ. നോക്കി, 2 ഹൈഡ്രജൻ അളിയനും 1 ഓക്സിജൻ അളിയനും, മൊത്തം 3 ആറ്റം. അപ്പോൾ ഇതിനെ ആ ആറ്റം കൊണ്ട് ഗുണിച്ചാൽ മതി. ഇതിനെ ഈ ആറ്റങ്ങളുടെ എണ്ണം കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ എന്താ 3 ഇൻറ്റു കണ്ടാ 5 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23. 5 ഇൻറ്റു 3 എത്ര മക്കളെ പറ? 15 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23. പഠിച്ചോ? പുതിയ ടെക്സ്റ്റ് ബുക്ക് കിടക്കുന്ന 10ാം ക്ലാസ്സിൽ. ക്ലിയർ? ഞാൻ A to Z എല്ലാ കാര്യം പറയുന്നുണ്ട്, പഠിച്ച് പൊക്കോണം. ഓക്കെ ആണ്. ഓരോ ക്ലാസ്സും അത് ഞാൻ കുറച്ചാണ് ചെയ്യുന്നത്. ഓരോ ആറ്റം പറഞ്ഞു, തന്മാത്ര, അടുത്ത ക്ലാസ് STP. അപ്പം പക്കയായിട്ട് ഓരോ ക്ലാസ്സും പഠിക്കാം. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് എങ്ങനെയാണ് ചോദിക്കുന്നതെന്ന് മനസ്സിലാവും. ഓക്കെ അല്ലേ? ഇനി അടുത്ത് ഇത് ടെക്സ്റ്റ് ബുക്ക് കിടക്കുന്നതാണ്. 710 ഗ്രാം ക്ലോറിൻ വാതകത്തിലെ ആറ്റങ്ങളുടെ എണ്ണം. എന്താ? ആറ്റങ്ങളുടെ എണ്ണം. എണ്ണമാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. 710 ഗ്രാം ക്ലോറിൻ വാതകത്തിലെ ആറ്റങ്ങളുടെ എണ്ണം. ആദ്യം മോള് കണ്ടുപിടിക്കണം. തന്നിരിക്കുന്ന മാസ് പറ. 710 ക്ലോറിൻ്റെ മോളിക്കുലർ മാസ്. ഇവിടെ 2 ക്ലോറിൻ ഉണ്ട്. 1 ക്ലോറിൻ 35.5, 2 ക്ലോറിൻ ആകുമ്പോൾ 71. നമ്മൾ 10 ഇത് ചെയ്തേ മക്കൾ നേരത്തെ. ക്ലിയർ? ഇനി തന്മാത്രകളുടെ എണ്ണം. തന്മാത്രകളുടെ എണ്ണം ചോദിച്ചാൽ നമുക്കൊരു 1 മോൾ ആണെങ്കിൽ 6.022 ഇൻറ്റു 10⁻23. ഇത് എത്ര മോളാ? 10 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23. മനസ്സിലായോ? പക്ഷേ ചോദിച്ച തന്മാത്രയുടെ എണ്ണം അല്ലടേ, ആറ്റങ്ങളുടെ എണ്ണമാണ്. ആറ്റങ്ങളുടെ എണ്ണം Cl2. ക്ലോറിനിൽ എത്ര ആറ്റം ഉണ്ടെന്ന് ചോദിച്ചാൽ പറ. 2 ആറ്റം. 2 ക്ലോറിൻ ചേർന്നതല്ലേ Cl2 തന്മാത്ര. അപ്പം ആറ്റങ്ങളുടെ എണ്ണം ചോദിച്ചാൽ ആറ്റങ്ങളുടെ എണ്ണം ചോദിച്ചാൽ പറ. ആറ്റങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 2 ക്ലോറിനുണ്ട് ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23. 20 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഒരു ക്വസ്റ്റ്യനും കൂടെ തന്നിട്ട് നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഇത്രയും കാര്യം ഓക്കെ ആണോ? മനസ്സിലായോ? സെറ്റല്ലേ? ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ അല്ലേ? ഇനി എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ ഓക്കെ ആണോ? ഓക്കെ ക്ലിയർ ആയോ? 212 ഗ്രാം Na2CO3 ആറ്റങ്ങളുടെ എണ്ണമാണ്. എന്താ? 212 ഗ്രാം Na2CO3 സോഡിയം കാർബണേറ്റിലെ ആറ്റങ്ങളുടെ എണ്ണം. ക്ലിയർ? ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? Na2CO3യുടെ മോളിക്കുലാർ മാസ് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണ്ടയോ? എണ്ണയുടെ മാസ് 23 കാർബണിന്റെ മാസ് 12 ഓക്സിജന്റെ മാസ് 16 ഇവിടെ 2 സോഡിയമുണ്ട്. ഒരു സോഡിയത്തിന്റെ മാസ് 23 ആണെങ്കിൽ ഒരേ പൊളിക്ക് വരെയും 2 സോഡിയത്തിന്റെ മാസ് 2 ഇൻറ്റു 23 പ്ലസ് 1 കാർബണിന്റെ മാസ് 12, 1 കാർബണേ ഉള്ളു ഇൻറ്റു 12. ഓക്കെ ആണോ? ഓക്സിജൻ 3 ഉണ്ട്. 3 ഇൻറ്റു 16 എത്ര വരുവരെ? നിങ്ങൾ പറ. 23 ഇൻറ്റു 2 46 പ്ലസ് 12 ഇൻറ്റു 1 12 പ്ലസ് 16 ഇൻറ്റു 3 48. നമ്മുടെ ആൻസർ 106 എന്ന് കിട്ടും.
ഇനി മോൾ കണ്ടുപിടിക്കണം. മോൾ സീക്കൽ ടു തന്നിരിക്കുന്ന മാസ് 212 ബൈ മോളിക്കുലർ മാസ് 106. എത്ര കിട്ടുമടേ? 2 മോൾ എന്ന് കിട്ടും. നമ്മുടെ അടുത്ത് മോളല്ല ചോദിച്ചത്, ആറ്റങ്ങളുടെ എണ്ണം. മോൾ കണ്ടുപിടിച്ചാലേ ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഇനി അടുത്തത് എന്താ? തന്മാത്രയുടെ എണ്ണം. തന്മാത്രകളുടെ എണ്ണം ചോദിച്ചാൽ നമുക്കറിയാം, 1 മോളാണെങ്കിൽ 6.022 ഇൻറ്റു 10⁻23. ഇവിടെ എത്ര മോളാണ്? പറ. 2 മോൾ. 2 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23. ക്ലിയർ ഓക്കെ ആണോ? ഇനി എൻ്റെ ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ? പഠിച്ചു വെച്ചോണം. ഇനി എൻ്റെ ക്വസ്റ്റ്യൻ ആറ്റങ്ങളുടെ എണ്ണമാണ് ചോദിച്ചേക്കുന്നത്. ആറ്റങ്ങളുടെ എണ്ണമാണ്. പഠിച്ചോ. Na2CO3 എത്ര ആറ്റം ഉണ്ടെന്ന് പറഞ്ഞേ. 2 സോഡിയം കണ്ടോ, 1 കാർബൺ, 2 സോഡിയം 1 കാർബൺ, 2 + 1 3 ഓക്സിജൻ. അപ്പം എന്താ? 2 സോഡിയം 1 കാർബൺ 3 ഓക്സിജൻ അല്ലേ? 2 സോഡിയം 1 കാർബൺ 3 ഓക്സിജൻ. ടോട്ടൽ എത്ര ആറ്റം? 2 + 1 3 3 6 അല്ലേ? 3 + 3 6. അപ്പം എന്താണ്? 6 ഇൻറ്റു 2 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 എന്ന് വെച്ചാൽ 12 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഒന്നും കൂടെ പറയും. ഇന്ന് പറഞ്ഞ കാര്യം മോളിക്കുലർ മാസ് കണ്ടുപിടിക്കുന്ന മനസ്സിലായോ? ഒരു മോളിക്യൂൾസിൻ്റെ അകത്ത് എത്ര ആറ്റമുണ്ടോ അതിൻ്റെ അറ്റോമിക മാസിൻ്റെ ആകെ തുകയാണെന്ത്? മോളിക്കുലർ മാസ് എന്ന് പറയുന്നത്. മോൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? തന്മാത്ര എന്നാൽ തന്നിരിക്കുന്ന മാസ് ബൈ മോളിക്കുലർ മാസ്. ഓക്കെ അല്ലേ? തന്മാത്രയുടെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കും? മോൾ, 1 മോൾ 6.02 മോൾ ഇൻറ്റു അവഗാഡ്രോ നമ്പർ. തന്മാത്രയ്ക്കകത്തെ ആറ്റങ്ങളുടെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കും? ഈ തന്മാത്രകളുടെ എണ്ണം എഴുതുക, അതിനെ എന്തുകൊണ്ട് ഗുണിക്കുക? ആ തന്മാത്രയ്ക്കകത്ത് എത്ര ആറ്റമുണ്ടോ അതുകൊണ്ട് ഗുണിക്കുക. ഇത്രയും കാര്യം മനസ്സിലായല്ലോ? വ്യക്തമായി പഠിക്കുക. ഞാൻ ആ ടെക്സ്റ്റ് ബുക്കിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോകുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓക്കെ അല്ലേ? ഇത് നോട്ട് എഴുതി തന്നെ പഠിച്ചു പോവുക. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ക്വസ്റ്റ്യനൊക്കെ എന്ത് ചെയ്യാം? മോഡൽ ക്വസ്റ്റ്യനും പ്രീവിയസ് ക്വസ്റ്റ്യനൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത് വ്യക്തമായ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ഉൾപ്പെടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം വ്യക്തമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക. ഓരോ ക്ലാസ്സും കണ്ട് നോട്ട് എഴുതി പഠിക്കുക. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക? മാക്സിമം കൂട്ടുകാരിലേക്ക് എന്ത് ചെയ്യുക? ഷെയർ ചെയ്യാൻ മറക്കരുതും, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതും. നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ആ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു വെരി മച്ച്.